2023 മെയ്യിൽ വിസിറ്റിംഗ് വിസയിൽ ദുബൈയിലേക്ക് ജോലി തേടിപ്പോയ എറണാകുളം ആലുവ സ്വദേശി നജീബ് മുസ്തഫ ആദ്യത്തെ ഒരാഴ്ചയോളം ഭാര്യയുമായും പിന്നീട് 3 മാസത്തോളം ദുബൈയിൽ തന്നെ ജോലിയുള്ള അദ്ദേഹത്തിൻ്റെ വാപ്പയുമായും ബന്ധപ്പെട്ടിരുന്നു. തുടർന്ന് അദ്ദേഹവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. വീട്ടുകാർ പല വഴിക്കും നജീബിനെ അന്വേഷിച്ചെങ്കിലും യാതൊരു വിവരങ്ങളും ലഭ്യമായില്ല. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അപർണയും മക്കളും പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. നജീബ് ഇവിടെ എന്തായിരുന്നു പണി? ബ്രിട്ടാനിയ എന്ന് പറഞ്ഞൊരു കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് പുള്ളി സ്വന്തമായിട്ട് തന്നെ സ്വയം ബിസിനസ് ചെയ്യാൻ തുടങ്ങിയ ആ ഒരു ഫീൽഡിൽ നിന്ന് തന്നെ നിന്നുകൊണ്ട് ബിസിനസ്സായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പുള്ളിക്കാരൻ. അങ്ങനെ ഒന്ന് പിക്കപ്പായി വന്നപ്പോഴത്തേക്കാണ് പുള്ളിക്ക് ഫിനാൻഷ്യലായിട്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായി. അതിൽ ഭയങ്കരമായിട്ട് ബൾക്കായിട്ടൊരു ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്ന് അങ്ങനെ പുള്ളി മെൻ്റലി സ്ട്രെസ്സായിട്ട് നിൽക്കുമ്പോഴാണ് ദുബായിലേക്ക് ജോലി നോക്കി വിസിറ്റിംഗ് വിസയിൽ ജോലി നോക്കി പോകാമെന്നും പറഞ്ഞ് പെട്ടെന്ന് എന്ത് ബിസിനസ്സാണ് തുടങ്ങിയത്? ഈ സ്നാക്സ് ഐറ്റംസ് ആണ്, ഫുഡിൻ്റെ സ്നാക്സ് ഐറ്റംസ് ആണ്. മീൻസ് ചോക്ലേറ്റ്സ്, ബിസ്ക്കറ്റ്, നൂഡിൽസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആയിരുന്നു. ഫുഡ് ഐറ്റംസ് ആണ് തുടങ്ങിയത്? ഫുഡ് ഐറ്റംസ് ആയിരുന്നു. ഉണ്ടാക്കി വിൽക്കുക അല്ലേ? ബൾക്കായിട്ട് എടുത്തിട്ട് ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്, സൂപ്പർ സ്റ്റോക്കിസ്റ്റ് അങ്ങനെ. അതാണ് പൊളിഞ്ഞു പോയത്. അതിൽ നല്ലതായിട്ട് വന്നതായിരുന്നു. പക്ഷേ എന്താണ് പെട്ടെന്ന് സംഭവിച്ചതെന്ന് അറിയില്ല സർ. വലിയൊരു ഹ്യൂജ്. ഞങ്ങൾ 13 കൊല്ലം കഴിഞ്ഞു. വീട്ടുകാരുടെ സമ്മതത്തോടു ആയിരുന്നു വിവാഹം? അല്ല, ഞങ്ങൾ ഇന്റർകാസ്റ്റ് മാരേജ് ആണ്. അത് മനസ്സിലായി. അപ്പോൾ വീട്ടുകാരായിട്ട് രണ്ട് വീട്ടുകാരായിട്ട് അടുപ്പുണ്ടോ? കുഴപ്പമില്ല. അവരുടെ വീട്ടുകാർ ഇപ്പോൾ അങ്ങനെ വലിയ റിലേഷൻ ഇല്ല. നിങ്ങളെ വീട്ടുകാരോ? സഹകരണ ഇപ്പോൾ അവിടുന്നേ ഉള്ളൂ. ഉണ്ട് അല്ലേ? വീട്ടിൽ പോകാറുണ്ട് അല്ലേ? നിങ്ങളെ വീട്ടിൽ പോകാറുണ്ട്? നമ്മുടെ വീട്ടിൽ അച്ഛൻ്റെ അടുത്തൊക്കെ പോകാറുണ്ട്. അതെ. എത്ര സഹോദരങ്ങളാ? ഞാനും എൻ്റെ അനിയനും. അച്ഛനെന്താ പണി? അച്ഛന് കമ്പനിയിൽ ഗാർമെൻറ്റ്സിൽ ടൈലറിങ് വർക്കാണ്. അനിയനോ? അനിയന് ബസ് ഓടിക്കുക. ബസ് ഓടിക്കുക. നിങ്ങൾ പാൽവല്ല താമസിക്കും? അതെ. നജീബിൻ്റെ വീട്ടിലാണോ? അല്ല, ഞങ്ങൾ വാടകയ്ക്കാണ്. വാടകയ്ക്കാണോ? നിങ്ങൾക്ക് ജോലിയുണ്ടോ? ഇപ്പം നജീബ് പോയതിന് ശേഷം വാടകയ്ക്കാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം ചെറിയൊരു കടയിൽ ജോലിക്ക് കയറിയിട്ടുണ്ട്, സെയിൽസിൽ. നജീബിൻ്റെ ഇപ്പോൾ ഒരു വീട് അല്ലാണ്ട് എത്രയായി? എത്ര മാസമായി? മെയിൽ 23-ാം തീയതിയാണ് പുള്ളി ഇവിടുന്ന് പോയത്. പോയൊരു ജൂൺ ഫസ്റ്റ് വീക്കോളം ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. പിന്നെ യാതൊരുവിധ കോണ്ടാക്റ്റും ആയിട്ടില്ല. അപ്പോഴും വിസിറ്റിംഗ് വിസയിലാണ് ആള് പോയത്. പിതാവിനെ അറിയില്ലായിരുന്നു ഇയാൾ എവിടെ ജോലി ചെയ്യുന്നു? അവിടെ ചെന്ന് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് വാപ്പച്ചിയുമായിട്ട് കണ്ടുമുട്ടി അവർ തമ്മിൽ കോണ്ടാക്റ്റ് ആയത്. എന്നെ വിളിച്ചത് ഒരാഴ്ച ആകെ വിളിച്ചിട്ടുള്ളൂ. പിന്നീട് സിമ്മും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് വെച്ച ആളാണ്. പിന്നെ യാതൊരു കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല. അതിനുശേഷം പിന്നെ വാപ്പച്ചിയുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടെന്നുള്ളത് വാപ്പച്ചി എന്നെ വിളിച്ച് ചോദിക്കുമായിരുന്നു. ഒരു 3 മാസം കഴിഞ്ഞിട്ട്, മീൻസ് എന്നെ വിളിക്കാതായി 3 മാസത്തിന് ശേഷം ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് നജീബിനെ വിളിച്ചിട്ട് കിട്ടണില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ വിളിക്കാതായിട്ട് ഇപ്പോൾ ഓൾറെഡി 3 മാസം ആയെന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞ്, കഴിഞ്ഞ ദിവസം കൂടി എന്നെ വിളിച്ചതാണല്ലോ, അവന് വിസ തീരാറായി, ജോലിയൊന്നും ഇതുവരെ ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച് എൻ്റെ അടുത്ത് വന്നതാണല്ലോ എന്ന് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറയുമ്പോഴാണ് ആ വിവരം ഞാൻ അറിയണത്. അത്രേ എനിക്കും അറിയത്തുള്ളൂ. അതിനുശേഷം പുള്ളിക്കാരനുമായിട്ടും കോണ്ടാക്ട് ഇല്ലെന്നാണ് ഇതുവരെയും. എന്തോ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു ഞങ്ങൾക്കിടയിൽ? അങ്ങനത്തെ യാതൊരു വിഷയമില്ല സർ. ഇല്ല ഒന്നുമില്ല. പുള്ളിക്ക് മെയിനായിട്ടും ഫൈനാൻഷ്യൽ പ്രോബ്ലമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റ് ഞങ്ങൾ ഫാമിലി പ്രോബ്ലംസ് ഒന്നുമില്ല. ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് ഉള്ളത് കൊണ്ട് ഹാപ്പി ആയിട്ട് പോവായിരുന്നു. പെട്ടെന്ന് എന്താ പറ്റിയെന്ന് അറിയില്ല. ഇത്ര സാമ്പത്തികമായിട്ട് വിസ അടിച്ച് കിട്ടിയിട്ടുണ്ടാവില്ല, അതായിരിക്കും മെയിൻ പ്രശ്നം. ആ വിസ കിട്ടിയില്ലെന്ന്. പുള്ളി എഡ്യൂക്കേറ്റഡ് ആണ്, അത് ജോലി വിദ്യാഭ്യാസമുള്ള ആളാണ്. ബികോം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ആള്. എന്നാലും അത്യാവശ്യം നോളേജുള്ള ആളാണ്. എന്നാലും ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരാളാണ് തീർച്ചയായിട്ടും. കാരണം ഒരുപാട് സ്ഥലത്ത് ജോലി ചെയ്താലുള്ള എക്സ്പീരിയൻസ് പുള്ളിക്കുണ്ട്, ലാംഗ്വേജ് ബേസ് ആണേലും ഒക്കെ. എത്ര? 2 മക്കളാ? 2 കുട്ടികൾ. ഇയാളെത്തല്ല? ഫിഫ്ത്ത്. ഇയാളാ? തൻ്റെ പേരെന്താ? ഐറ. റിഹാനിസാൻ. ഇപ്പം എന്താ പടം എന്തെങ്കിലും പറയണ്ടേ വാപ്പച്ചിയോട്? വാപ്പി ഇപ്പോൾ എവിടാന്ന് പോലെ അറിഞ്ഞൂടാ.
ആ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ടായിരുന്നു. ഇപ്പം വിളിക്കാറൊന്നും ഇല്ലായിരുന്നു. ആ ആ ആ പക്ഷെ അന്ന് ഞാൻ വിളിച്ചു നോക്കി, എന്നാലും ഫോൺ എടുക്കുന്നില്ലായിരുന്നു. ഓ ഓ ഓ അന്ന് ഫോൺ കേടായപ്പോൾ വാപ്പി ഫോൺ എങ്ങാണ്ടോ റീചാർജ് ചെയ്യാൻ കൊണ്ടുപോയി. പക്ഷെ എന്നിട്ടും വിളിക്കുന്നില്ലായിരുന്നു. വിളിക്കുന്നില്ല. എന്നിട്ട് വാപ്പി ഇപ്പോൾ ഒന്നും വിളിക്കാറില്ല. ഇപ്പോൾ വിളിക്കാറില്ല അല്ലേ? വാപ്പിയോടൊന്ന് വിളിക്കാൻ പറ ക്യാമറയിൽ നോക്കിയിട്ട്. വാപ്പി എവിടെ ആണെങ്കിലും പക്ഷേ ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അതെ, അതാണ് ഉറപ്പ്. അത് ഉറപ്പാണ് അല്ലേ? അതാണ് അതിൻ്റെ ഒരു ഇത്. വളരെ കൃത്യമായിട്ടുള്ള നിലപാടാണ്. എവിടെയായാലും വാപ്പിനെ നമ്മൾ കണ്ടെത്തും അല്ലേ? വാപ്പി ഉടനെ വരണം എന്ന് പറയും. വാപ്പി എവിടെ കണ്ടാലും ഞങ്ങളുടെ അടുത്ത് കണ്ടെത്തി വരണം. പക്ഷെ എന്നാലും അങ്ങനെ ഉള്ളൂ. ഞങ്ങൾ കാത്തിരിക്കായിരുന്നു. എന്നാലും വാപ്പി ഡിസംബർ തന്നെ വരുമെന്ന് ഓർമ്മയില്ല. അന്നൊക്കെ ഞാൻ പറഞ്ഞു അമ്മേനെ സമാധാനപ്പെടുത്തായിരുന്നു. ബട്ട് എന്താന്ന് പോലും അറിയില്ല. ഓക്കെ, അത്ര എനിക്ക് പറയാൻ അറിഞ്ഞുള്ളൂ, വേറെ പറയാൻ അറിയില്ല. വാപ്പി എവിടെ ആണെങ്കിലും വേഗം വരണം. നജീബിൻ്റെ കഥ സ്ഥിരമായിട്ട് ഗൾഫിൽ പോകുന്ന ആളുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കഥ തന്നെയാണ്. വിസയ്ക്ക് പോകും, വിസ പുതുക്കാൻ പറ്റില്ല, ജോലി കിട്ടില്ല, അപ്പോൾ വീടായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കും, എവിടെയെങ്കിലുമൊക്കെ അലഞ്ഞു തിരിയുന്നുണ്ടാവും, പല രീതിയിലുള്ള ജോലി ചെയ്യുന്നുണ്ടാവും, വീടായിട്ടുള്ള അടുപ്പം കുറഞ്ഞിട്ടുണ്ട്. അടുപ്പമല്ല, ഒരു തന്നെ കൊണ്ട് ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല, താൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. നജീബിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് നജീബ് നല്ല നിലയിൽ ജീവിച്ച ഒരാളാണ്. നജീബ് നല്ല നിലയിൽ ജീവിക്കുകയും നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. അതുമാത്രമല്ല, മറ്റ് ഒരു സമുദായത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ഇറക്കിക്കൊണ്ടുവന്ന് അവരുമായിട്ട് നല്ല ജീവിതം നയിക്കുന്ന ഒരാളാണ് നജീബ്. ആ നജീബിനാണ് സാമ്പത്തികമായിട്ട് വലിയ തകർച്ച ഉണ്ടായത്. തൻ്റെ ഒരു സ്വയം ഒരു ബിസിനസ്സിൽ താൻ നടത്തുകയും അത് പരാജയപ്പെടും. സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് അന്വേഷിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് വിസ കിട്ടുന്നത്, ദുബായിൽ പോകുന്നത്, UAE പോകുന്നത്. അവിടെ ഒരു ജോലിയും കിട്ടിയില്ല. ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അപർണയുമായിട്ടുള്ള ബന്ധമാണ് ആദ്യം വിച്ഛേദിച്ചത്. അത് സ്വാഭാവികമാണ്. കാരണം തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും തൻ്റെ കൂടെ ജീവിതം കഴിച്ചു പോവുകയും ചെയ്യുന്ന ഒരാൾ അവരെ സഹായിക്കാൻ പറ്റില്ല എന്നുള്ള ഒരവസ്ഥ വരുമ്പോൾ ആദ്യം ഉപേക്ഷിക്കുന്നത് അവർ തന്നെയായിരിക്കും. ഒരു ആവശ്യമില്ല, ഉപേക്ഷിക്കല്ല, അവരായിട്ട് ഒന്നും തനിക്ക് പറയാനില്ല അങ്ങോട്ട്. കാരണം തൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. അവർക്ക് 5 രൂപ പോലും അയച്ചു കൊടുക്കാനില്ല, ഭക്ഷണം കഴിക്കാൻ ഒഴിവില്ല. അപ്പോൾ എൻ്റെ സങ്കടങ്ങൾ അവരറിയിക്കേണ്ടതില്ല എന്നാണ് നജീബ് തീരുമാനിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒരു നല്ല തീരുമാനമല്ല നജീബ്. എനിക്ക് നജീബിനോട് പറയാനുള്ളതാണ്. അത് നമ്മൾ കുടുംബത്തിൽ നിന്ന് അകന്നകന്ന് പോകാൻ മാത്രമാണ് നമ്മളത് പ്രേരിപ്പിക്കുക. പിന്നീട് അത് അവനവൻ്റെ ജീവിതവും അവനവൻ്റെ അസ്തിത്വവും മാത്രമടങ്ങുന്ന ഒരു പരിമിതിയിലേക്ക് താങ്കൾ മാറ്റപ്പെടും. ആ പരിമിതി തൻ്റെ കുടുംബത്തെ നിങ്ങളിൽ നിന്ന് അകറ്റും. മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള നിലപാടിൽ നിന്ന് അടിയന്തരമായി മാറിയിട്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ ഭാര്യയെ വിളിക്കണം. അപർണയെ വിളിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ടിക്കറ്റ് തരപ്പെടുത്തിയിട്ട് പോരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് പോരണം. എവിടെയാണെങ്കിലും വിളിക്കണം എന്നുള്ളതാണ്. പരിഹാരം ഉണ്ടാവും നജീബേ. ഞങ്ങളെ പ്രവാസ ലോകം പ്രവർത്തകർ നിങ്ങളെ കാണും. അവിടെ ഒരുപാട് സംഘടനകളുണ്ട്. ആരെ കണ്ടാലും കുഴപ്പമില്ല. ഞങ്ങളുടെ പ്രതിനിധികളുണ്ട്. അവരുമായിട്ടൊക്കെ നിങ്ങൾ ആലോചിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കണം. നജീബിന് തികച്ചും അറിവുണ്ടാവില്ല. കാരണം നജീബ് പുതിയ ആളാണ് ഗൾഫിൽ. ഇതിനു മുമ്പ് പോയിട്ടില്ലല്ലോ. സൗദിയിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഗൾഫ് നിശ്ചയമില്ലാത്ത ഒരാളല്ല നജീബ്. അപ്പോൾ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ നജീബ് ഇപ്പോൾ ഈ ഒരു എടുത്തൊരു തീരുമാനം ചെറുതായിട്ടൊന്ന് മാറ്റണം എന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്.
അവിടുത്തെ എല്ലാ സംഘടനകളോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നജീബിനെ സഹായിക്കണം നിങ്ങൾ എന്തെങ്കിലും ജോലിക്കോ എന്തെങ്കിലും ഇതായിട്ട്. ഒരുപാട് പുരോഗമനപരമായ നിലപാടുകൾ സ്വീകരിച്ച് തൻ്റേതായിട്ടുള്ള അഭിപ്രായത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിതം നയിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഒരു എന്താ പറയുക പരിഹരിക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല എന്ന് തോന്നുന്ന ഒരവസ്ഥയിലും എത്തിപ്പെട്ടപ്പോഴാണ് നജീബ് ഈ ഒരു നിലപാടെടുത്തുള്ളത്. നജീബിനെ കുറ്റം പറയല്ല, നജീബ് തീർച്ചയായിട്ടും ഒന്ന് മാറി ചിന്തിച്ചാൽ മതി. ഞാൻ പറയുന്ന പോലെ അത്ര മാത്രമേ ഉള്ളൂ. മാറി ചിന്തിച്ച് കുടുംബവുമായിട്ട് ഒന്ന് ഫോൺ ചെയ്ത് മോളൊക്കെ പറയുന്നത് കേട്ട എന്തോരു മോളാ അതൊക്കെ അവരുടെ കുട്ടിയുടെ വർത്തമാനമൊക്കെ ഉണ്ട്. അവർക്ക് നല്ല ഭാവിയുള്ള മക്കളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നജീബിനെ കൊണ്ടുവരേണ്ടത് ഞങ്ങളുടെ ചുമതലയാണ്. അതുകൊണ്ട് നാട്ടിലേക്ക് വരാനുള്ള പരിശ്രമങ്ങളിൽ എല്ലാവരും നജീബിനോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കുടുംബത്തെ മടക്കി അയക്കാം.